അപ്പോൾ ഇന്നത്തെ ലെസൺ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പേജ് നമ്പർ 131 ഹൗ എബൌട്ട് കണ്ടക്ടിങ് എ സ്റ്റഡി ഓൺ ക്രിയേറ്റിംഗ് അവെയർനെസ് എമംഗ് പബ്ലിക് ഇൻ യുവർ ഏരിയ എബൌട്ട് ആൻറ്റിനൻ്റൽ ആൻഡ് പോസ്റ്റ്നാനിയൽ കെയർ ആൻഡ് ദ ഇൻ്റർവെൻഷൻ ഓഫ് ഹെൽത്ത് വർക്കേഴ്സ്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പ്രദേശത്തുള്ള ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ഗർഭകാല പ്രസവാനന്തര പരിചരണത്തിലുള്ള അവബോധം, അതായത് എങ്ങനെയാണ് പ്രസവ കാലഘട്ടത്തിൽ പരിചരണം കൊടുക്കേണ്ടത് എന്നുള്ള ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആരോഗ്യ പ്രവർത്തകരുടെ ഇടപെടലിനെ പറ്റി ഒരു പഠനം നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഗർഭകാലത്തും അതുപോലെ തന്നെ പ്രസവാനന്തരവും എങ്ങനെയാണ് ആരോഗ്യ പ്രവർത്തകർ, നമ്മൾ പറഞ്ഞു ഏതെല്ലാം ആരോഗ്യ പ്രവർത്തകരാണെന്ന്, അംഗനവാടി ടീച്ചേഴ്സ്, അതുപോലെ തന്നെ ഫാമിലി ഹെൽത്ത് വർക്കേഴ്സ്, ആശാ വർക്കേഴ്സ്, ഇങ്ങനെയുള്ള കുറേ ആളുകളുടെ പേരുകൾ നമ്മൾ പറഞ്ഞു. ഇവരൊക്കെ എങ്ങനെയാണ് ഗർഭകാല പ്രസവാനന്തര പരിചരണത്തിന് സ്ത്രീകളെ സന്ദർശിക്കുകയും അവരിൽ അവബോധം നിർമ്മിക്കുന്നത് എന്നത്, അവയെല്ലാം ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു അഭിമുഖം നടത്തിയതിന് ശേഷം ഒരു റിപ്പോർട്ട് തയ്യാറാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്ന ഗർഭകാല പരിചരണം എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒരു ഗർഭകാല പരിചരണത്തിൽ എന്തെല്ലാം ചെയ്യണമെന്നുള്ളത്, അതായത് ആൻറ്റിനാറ്റൽ കെയർ എങ്ങനെയൊക്കെയാണ് ഗർഭകാലത്ത് പരിചരണം കൊടുക്കുന്നത് ചെറുതായിട്ട് ഞാനൊന്ന് പറയാം. നിങ്ങളുടേതായ രീതിയിൽ ഒരു ഇൻ്റർവ്യൂ നടത്തേണ്ടത് അത്യാവശ്യമാണ്. എന്നാലും ഞാൻ പറയുകയാണ്. ആൻറ്റിനാറ്റൽ കെയർ ഈസ് ഓൾസോ കോൾഡ് പ്രീ നാറ്റൽ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആൻറ്റിനാറ്റൽ കെയർ എന്നോ അല്ലെങ്കിൽ പ്രീ നാറ്റൽ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഗർഭത്തിന് മുൻപുണ്ടാകുന്ന കെയറിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗർഭകാലഘട്ടത്തിലുണ്ടാകുന്ന ഇതാണ്, അതായത് പ്രസവത്തിന് മുൻപുണ്ടാകുന്ന കെയറിനെയാണ് നമ്മൾ ആൻറ്റിനാറ്റൽ കെയർ എന്ന് പറയുന്നത്. അത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി അടുത്തതായിട്ട്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ദ ഹെൽത്ത് ഓഫ് ബോത്ത് മദർ ആൻഡ് ദ ബേബി ഡ്യൂറിങ് പ്രഗ്നൻസി. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് ഗർഭത്തിലായിരിക്കുന്ന ശിശുവിൻ്റെയും അതുപോലെ തന്നെ ഗർഭിണിയായിരിക്കുന്ന അമ്മയുടെയും ആരോഗ്യത്തെ വളരെയധികം സഹായിക്കുന്നു. ആൻറ്റിനാറ്റൽ കെയർ ക്യാൻ ഹെൽപ്പ് ടു റെഡ്യൂസ് റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻസ് ആൻഡ് ഇംപ്രൂവ് ദ ചാൻസസ് ഓഫ് ഹെൽത്തി പ്രഗ്നൻസി ആൻഡ് ഡെലിവറി. അതായത് ആൻറ്റിനാറ്റൽ കെയർ, അതായത് ഗർഭകാല പരിചരണം എന്താണ്? കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാതെ, പ്രസവത്തിലും പ്രസവാനന്തരവും കോംപ്ലിക്കേഷൻ ഉണ്ടാകാതിരിക്കാനായിട്ട് സഹായിക്കുകയും അതുപോലെ തന്നെ നല്ല സുഖമായിട്ടുള്ള ഒരു പ്രസവം നടക്കുന്നതിനും അതുതന്നെ നല്ല രീതിയിലുള്ള ഗർഭകാലഘട്ടം ഒരു സ്ത്രീക്ക് നടത്തുന്നതിനുമായിട്ട് സഹായിക്കുന്നു. അതർ ഫാക്ടേഴ്സ് ഹെൽപ്പ് ദ ആൻറ്റിനാറ്റൽ കെയർസ് ആർ ഐഡൻറ്റിഫൈങ് ദ റിസ്ക്. അതായത് ബാക്കി അപകടങ്ങൾ, ചില അപകടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനാപകടം അങ്ങനെയുള്ളതൊന്നും അല്ല, അല്ലാതെ തന്നെ വേറെ ചില കാര്യങ്ങളിലൊക്കെ ഈ സ്ത്രീകൾക്ക് ചില വൈറ്റമിൻസിൻ്റെ കുറവുണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഫുഡ് പ്രോപ്പറായിട്ട് കൊടുക്കുന്നതിൻ്റെ ഇതുണ്ടായിരിക്കാം, വാക്സിൻ കൊടുക്കുന്നതിൻ്റെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എല്ലാം പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓഫ് ലൈഫ് സ്റ്റൈൽ ഓഫറിങ് സപ്പോർട്ട്, അതുപോലെ തന്നെ അപ്പോൾ ജീവിത നിലവാരത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവർക്ക് അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ലൈഫ് ഫുഡിനും ഇങ്ങനെയൊക്കെ കൊടുക്കുന്നു. അതുപോലെ തന്നെ മോണിറ്ററിങ് ദ ബേബി, അതുപോലെ തന്നെ കുട്ടി എങ്ങനെയാണ് ശരീരത്തിൽ വളരുന്നത് എന്ന് സ്കാനിങ്ങും കാര്യങ്ങളിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താ പറയണത്, പ്രൊവൈഡിങ് നീഡഡ് ട്രീറ്റ്മെൻറ്റ്, അതായത് ഏതെല്ലാം ട്രീറ്റ്മെൻറ്റുകളാണ് കൊടുക്കേണ്ടതെന്ന് പഠിക്കുന്നു. അതുപോലെ തന്നെ പ്രിപ്പയറിങ് ദ പേരൻസ് ഫോർ ന്യൂ ലൈഫ് സ്റ്റൈൽ, പേരൻസിനെ, അതായത് ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയെയും അവളുടെ ഭർത്താവിനെയും പുതിയ ജീവിത രീതിക്ക് വേണ്ടിയിട്ടും തയ്യാറാക്കുവാനായിട്ട് സഹായിക്കും. രണ്ടാമതായിട്ട് വന്നിരിക്കുന്ന ഇൻ്റർവെൻഷൻ ഓഫ് ദ ഹെൽത്ത് വർക്കേഴ്സ് എന്നുള്ള ഭാഗമാണ് തന്നിരിക്കുന്നത്. അതായത് ആരോഗ്യ പ്രവർത്തകരുടെ ഇടപെടൽ എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകരുടെ ഇടപെടൽ ഏതെല്ലാം രീതിയിലാണ് ഒരു ഗർഭസ്ഥിനിയായിരിക്കുന്ന സ്ത്രീയെയും അതുപോലെ തന്നെ അവളുടെ കുടുംബത്തെയും ഒക്കെ സഹായിക്കുന്നതെന്ന് നോക്കാം. ഇൻ്റർവെൻഷൻ ഓഫ് ദ ഹെൽത്ത് വർക്കേഴ്സ് ഗീവ് പ്രീവെൻറ്റീവ് കെയർ, അവർ എപ്പോഴും പ്രിവെൻറ്റീവ് കെയർ കൊടുക്കുന്നതായിരിക്കും. അതായത് രോഗങ്ങൾ വരാതിരിക്കുവാനുള്ള കെയർ അവർ കൊടുക്കും. ഇറ്റ് ക്യാൻ പ്രൊട്ടക്ട് ദ ഹെൽത്ത് ഓഫ് ദ മദർ ആൻഡ് അൺബോൺ ചൈൽഡ്. അങ്ങനെയുള്ള അവരുടെ ഇടപെടൽ നിമിത്തം ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെയും അതുപോലെ തന്നെ ഗർഭവതിയായിരിക്കുന്ന അമ്മയെയും സഹായിക്കുകയും നല്ല ആരോഗ്യം കൊടുക്കുകയും ചെയ്യുന്നു. ദീസ് വർക്കേഴ്സ് ക്യാൻ സപ്പോർട്ടീവ് ലിങ്ക് ടു മെറ്റേണിറ്റി സർവീസസ്. ഇങ്ങനെ വരുന്ന ഈ സർവീസിന് എന്ത് ചെയ്യുന്നു? ഒരു അമ്മയാവുന്ന മാതൃത്വമായി കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രസവാനന്തര സർവീസിനും അവർ സഹായം ചെയ്തുകൊണ്ടിരിക്കും. ദേ ക്യാൻ ഓൾസോ ഹെൽപ്പ് ടു റെഡ്യൂസ് ഇൻഫാൻറ്റ് ആൻഡ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. അതായത് അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഗർഭകാല മരണവും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ജനനവും ത്തിൻ്റെ സമയത്തുണ്ടാകുന്ന മരണത്തെയും അത് എന്ത് ചെയ്യുന്നു? ഗർഭകാല മരണവും ഗർഭാനന്തര മരണങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറയ്ക്കുവാനായിട്ട് സഹായിക്കും. ദീസ് പ്രോഗ്രാംസ് ക്യാൻ ഹെൽപ്പ് ഇംപ്രൂവ് ദ മെറ്റേണൽ കെയർ. ഇത് എങ്ങനെയാണ് ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ പരിപാലിക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സഹായിക്കും. അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ളവർ പഠിപ്പിക്കും. ദേ ക്യാൻ ഹെൽപ്പ് ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് പ്രീമച്വർ ബർത്ത്. അതായത് അവർ സഹായം ചെയ്ത് കഴിയുമ്പോൾ
സമയമാകുന്നതിന് മുറിച്ച് പ്രീമച്വർ, അതായത് സമയമാകുന്നതിന് മുമ്പുള്ള കുഞ്ഞിൻ്റെ ഗർഭം അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ പ്രസവം ഇല്ലാതിരിക്കാനായിട്ട് സഹായിക്കും. എവരി പാറ്റേൺ ബർത്ത് ആൻഡ് ലോ ബർത്ത് വെയിറ്റ്, അതുപോലെ തന്നെ സമയത്ത് തന്നെയുള്ള പ്രസവത്തിനും അതുപോലെ തന്നെ സമയത്ത് തന്നെയുള്ള ഡെലിവറിക്കും അതുപോലെ തന്നെ കുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന തൂക്കവും എല്ലാം നല്ല രീതിയിൽ നടത്തുന്നതിനായിട്ട് സഹായിക്കും. ഇനി അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഭക്ഷണശീലം അല്ലെങ്കിൽ ചികിത്സ എന്നുള്ളതാണ്. ഡയറ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ഡയറ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റിൽ എന്താണ്? ഡയറ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ക്യാൻ ഇംപ്രൂവ് ദ ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ദ വുമൺ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒരു അമ്മയുടെ ആരോഗ്യത്തെ അത് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ അമ്മയ്ക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യം നൽകുന്നു. അപ്പോൾ ഒരു ഹെൽത്തി മദർ ക്യാൻ ഗീവ് ബർത്ത് ഫോർ എ ഹെൽത്തി ചൈൽഡ് എന്നാണ് പറയുന്നത്. അതായത് നല്ല ആരോഗ്യമുള്ള ഒരു അമ്മയ്ക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എപ്പോഴും അതിന് നല്ല ആരോഗ്യം കിട്ടുവാനായിട്ട് നല്ല പോഷകഗുണങ്ങൾ അടങ്ങിയ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കേണ്ടതുണ്ട്. അപ്പോൾ ന്യൂട്രീഷ്യസ് ഫുഡ് എന്ത് ചെയ്യുന്നു? എപ്പോഴും ആ സ്ത്രീക്ക് നല്ല ആരോഗ്യം നൽകുന്നു. ബിഫോർ കൺസെപ്ഷൻ ആൻഡ് ഡ്യൂറിങ് പ്രഗ്നൻസി, അതുപോലെ തന്നെ അത് ഡ്യൂറിങ് പ്രഗ്നൻസി സമയത്തും അതുപോലെ തന്നെ നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് ആയിരിക്കണം. അതുപോലെ തന്നെ കൺസെപ്ഷൻ്റെ സമയത്തും അങ്ങനെയായിരിക്കണം. ഇറ്റ് വിൽ കോൺട്രിബ്യൂട്ട് ടു ഒപ്റ്റിമൽ ഫീറ്റൽ ഗ്രോത്ത്. അതായത് ഒപ്റ്റിമൽ എന്ന് വെച്ചാൽ മാക്സിമം, അതായത് ഉള്ളിൽ കിടക്കുന്ന ആ ഒരു കുഞ്ഞ് വളരുന്ന ഫീറ്റസ് ഉണ്ടല്ലോ, ആ ഫീറ്റസിൻ്റെ ഒപ്റ്റിമൽ അതായത് മാക്സിമം വളർച്ചയ്ക്ക് സഹായിക്കുന്നു. അതായത് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകുവാനായിട്ട് അമ്മയ്ക്ക് സാധിക്കുന്നു. ഫേവറബിൾ ഒബ്സ്റ്റേറ്റിക്സ് ഔട്ട്കം, അതായത് എന്താണ് ചെയ്യുന്നത്? ഏറ്റവും നല്ല അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അനിവാര്യമായ രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു കുഞ്ഞിനെ പുറത്തേക്ക് വരുന്ന റിസൾട്ട് ഓഫ് പ്രഗ്നൻസി, അതായത് പ്രഗ്നൻസിക്ക് ശേഷം പ്രസവിക്കുമ്പോൾ നല്ല ഒരു കുഞ്ഞിനെ ആയിരിക്കും, ആരോഗ്യമുള്ള കുഞ്ഞിനെ നമുക്ക് ലഭിക്കുന്നു. ഇംപ്രൂവ്ഡ് പെരിനെറ്റൽ സർവൈവൽ, അതായത് ഈ കുഞ്ഞിൻ്റെ ഇംപ്രൂവ്ഡ് പെരിനെറ്റൽ സർവൈവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടെ മരണവും ഇല്ലാതാക്കുന്നു. അതുപോലെ തന്നെ ജനിക്കുമ്പോഴുള്ള കുഞ്ഞിൻ്റെ മരണവും ഇല്ലാതിരിക്കുന്നു. ചൈൽഡ് ബർത്തോടു കൂടി അല്ലെങ്കിൽ കുട്ടിയുടെ പ്രസവത്തോടു കൂടിയുള്ള അമ്മയുടെ മരണത്തെയും ഇല്ലാതാക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സഹായിക്കുന്ന എന്താണ്? നല്ല ഡയറ്റും അതുപോലെ തന്നെയുള്ള നല്ല ട്രീറ്റ്മെൻറ്റുകളുമാണ്. ആൻഡ് പൊട്ടൻഷ്യൽ ഫോർ ബെറ്റർ ലോങ് ടേം ഹെൽത്ത് ഇൻ ബോത്ത് മദർ ആൻഡ് ചൈൽഡ്. അപ്പോൾ അങ്ങനെ ഈ കുഞ്ഞിനെ സംരക്ഷിക്കുമ്പോൾ കുഞ്ഞിനും അമ്മയ്ക്കും ലോങ് ടേം, അതായത് നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യം കൂടുതൽ നാളത്തേക്കും ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നു. അതർ ഏരിയാസ് ഇറ്റ് ഹെൽപ്സ് ആർ റെഡ്യൂസ് റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻസ് അറ്റ് പ്രഗ്നൻസി. അങ്ങനെ നല്ല ആഹാരവും നല്ല ട്രീറ്റ്മെൻറ്റും കൊടുക്കുകയാണെങ്കിൽ പ്രഗ്നൻസി സമയത്ത് യാതൊരുവിധ കോംപ്ലിക്കേഷനുകളും സങ്കീർണതകളും ഉണ്ടാവുകയില്ല. ആൻഡ് ചൈൽഡ് ബർത്ത്, അതായത് പോലെ തന്നെ നല്ലതായ ഒരു രീതിയിൽ ഒരു സുഖപ്രസവവും അവർക്ക് നടക്കും. ആൻഡ് ദെയർ ആഫ്റ്റർ, അതിനുശേഷം ഇംപ്രൂവ്ഡ് ഹെൽത്ത് ഫോർ ദ ബേബി ആൻഡ് മദർ, കുഞ്ഞിനും അമ്മയ്ക്കും നല്ല രീതിയിലുള്ള ആരോഗ്യവും ഉണ്ടാകുന്നതിനായിട്ട് സാധിക്കും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഹോം ബർത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹോം ബർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? വീട്ടിലെ പ്രസവം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഗുഡ്. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ബിക്കോസ് ഹയർ റിസ്ക് ഓഫ് ദ ഇൻഫാൻറ്റ് ഡെത്ത്, അതായത് ഇതിന് കൂടുതൽ സാധ്യതയുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ മരിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് നെർവ് സിസ്റ്റം ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള നെർവ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നല്ലോ, നമ്മുടെ നെർവ് സിസ്റ്റം കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് കൊണ്ടാണ് ഒരാൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്? എഴുന്നേറ്റ് നടക്കുവാനും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വീട്ടിലുള്ള ഒരു ജനനം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നെർവ് സിസ്റ്റത്തിനെ അത് ബാധിക്കുവാനായിട്ട് സാധിക്കുമെന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ആ കുഞ്ഞ് മരിച്ചു പോകുവാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ പല കോംപ്ലിക്കേഷൻസുകളും ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചില സമയത്ത് അമ്മയും മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മക്കളെ ഒരിക്കലും നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ വലുതൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഒരിക്കലും വീട്ടിൽ തന്നെ പ്രസവം നടത്താമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ എപ്പോഴും ആശുപത്രിയിലേക്ക് പോകണം. അവിടെ ആശുപത്രിയിലാണെങ്കിൽ നല്ല രീതിയിൽ എന്ത് കോംപ്ലിക്കേഷൻ ഉണ്ടായാലും അതിനെ തരണം ചെയ്യുവാനുള്ള പ്രക്രിയകൾ, ശാസ്ത്രീയമായിട്ടുള്ള സഹായങ്ങൾ നമുക്കവിടെ കിട്ടും. ഇനി പറഞ്ഞിരിക്കുന്നത് വാക്സിൻ എന്നുള്ളതാണ്. വാക്സിൻസ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, വാക്സിനുകൾ എന്ന് പറയുന്നത് വളരെ സഹായകരമായിട്ടുള്ള ഒരു സാധനമാണ്. എന്താണ്? കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണൈസേഷൻ കിട്ടുന്നു, അതായത് രോഗപ്രതിരോധ ശേഷി നൽകുന്നതിനായിട്ട്. അതുകൊണ്ട് എപ്പോഴും ഗർഭിണിയായിരിക്കുന്ന അമ്മയ്ക്കും അതുപോലെ തന്നെ ന്യൂ ബോൺ ബേബിക്കും നവജാത ശിശുവിനും എന്താണ് കൊടുക്കേണ്ടത്? വാക്സിനേഷൻ കൊടുക്കണം. അത് എന്ത് ചെയ്യുന്നു? ഫ്രം സീരിയസ് ഇൽനെസ്, ഡിസബിലിറ്റി ഓർ ഡെത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ആ കുഞ്ഞിനെ രക്ഷിക്കുവാനായിട്ട് സാധിക്കും. സീരിയസ് ആയിട്ടുള്ള ഡിസബിലിറ്റികൾ, ശാരീരിക പ്രശ്നങ്ങളിൽ നിന്നും അംഗവൈകല്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ രോഗങ്ങളിൽ നിന്നും ഒക്കെ ആ കുഞ്ഞിനെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ ഒരുപക്ഷെ മരണത്തിൽ നിന്ന് തന്നെ ഈ കൃത്യമായിട്ടുള്ള വാക്സിനേഷൻ കൊടുത്താൽ കുഞ്ഞ് രക്ഷപ്പെടുമായിരിക്കും. അതർ അഡ്വാൻറ്റേജസ് ഓഫ് വാക്സിനേഷൻ ആർ, പിന്നെയുള്ള
അഡ്വാൻറ്റേജസ് എന്താണ്? ഇറ്റ് പ്രിവെൻറ്റ്സ് ഡിസീസസ്, അതായത് കുഞ്ഞുങ്ങൾക്ക് രോഗങ്ങൾ വരാതിരിക്കുവാനായിട്ട് വാക്സിനേഷൻ സഹായിക്കുന്നു. ബിൽഡ് ഇമ്മ്യൂണിറ്റി, അതായത് നല്ല രോഗപ്രതിരോധ ശേഷി നൽകുന്നു. റെഡ്യൂസ് ആൻറ്റിബയോട്ടിക് യൂസ് ഇൻ ഫ്യൂച്ചർ, അതായത് ആൻറ്റിബയോട്ടിക്സ് രോഗങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ആൻറ്റിബയോട്ടിക്സ് സാധാരണയായിട്ട്. അപ്പോൾ ആ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കുറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് കുഞ്ഞിന് നല്ല രോഗപ്രതിരോധ ശേഷി കിട്ടുന്നതുകൊണ്ടാണ്. പ്രിവെൻറ്റ് ഇൻഫാൻറ്റ് ഡെത്ത്, അതായത് നവജാത ശിശുവിൻ്റെ മരണത്തിൽ നിന്നും ആ കുഞ്ഞിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് വാക്സിൻ നൽകുമ്പോൾ. വിത്തൗട്ട് വാക്സിൻ ചൈൽഡ് ഈസ് അറ്റ് റിസ്ക് ഓഫ് ബിക്കമിങ് സീരിയസ്ലി അതിപ്പോൾ നമ്മളെന്താണ് മനസ്സിലാക്കേണ്ടത്? വാക്സിൻ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് സീരിയസ്ലി, അതായത് വളരെ അപകടകരമായ രീതിയിൽ രോഗം ബാധിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓർ ഈവൻ ഡൈയിങ് ഫ്രം ചൈൽഡ്ഹുഡ് ഡിസീസ്, അതുപോലെ തന്നെ ബാല്യകാല രോഗങ്ങൾ കൊണ്ട് മരിച്ചു പോകുവാനും സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് എല്ലാ മക്കളും, നിങ്ങളൊക്കെ മാതാപിതാക്കളാവുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് വാക്സിനേഷൻ കൊടുക്കണം. ഒരിക്കലും വാക്സിനേഷൻ കൊടുക്കാതിരിക്കാൻ നോക്കരുത്. ചില ആൾക്കാർ വാക്സിനേഷൻ നല്ലതല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ എപ്പോഴും മനസ്സിലാക്കുക, വാക്സിനേഷൻ കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തിനും നല്ലതിനും വേണ്ടിയിട്ടും നല്ല രീതിയിലുള്ള അവർക്ക് ജീവിതത്തിനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. സോ എല്ലാവരും അത് ഉപയോഗിക്കണം. എനിക്ക് തോന്നുന്നു ഈ ഫെസിലിറ്റി, ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്.